അതൊക്കെ പറയുന്നത് ഇനിയെങ്കിലും ഈ കേന്ദ്രത്തെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്ന കേന്ദ്രം സഹായിച്ചില്ല അല്ലെങ്കിൽ മറ്റേ ഡീസൽ പെട്രോൾ വിലവർദ്ധനവ് കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് താങ്കൾ ഇങ്ങനെ ഈ അന്തം കമ്മികളെ പോലെ ബിഹേവ് ചെയ്യാം. ഞാനെന്ന് പറയട്ടെ, പെട്രോൾ ഉൽപ്പന്നങ്ങൾക്ക് വില കൂടിയാൽ എല്ലാ സാധനങ്ങൾക്ക് വില കൂടും. ബസ് ചാർജ് കൂടുന്നത് എങ്ങനെ? ഒരു ബസ്സിന് ശരാശരി 60 ലിറ്റർ ഡീസൽ വേണം. 60 രൂപ ഡീസൽ അടിച്ചുകൊണ്ടിരുമ്പോൾ 100 രൂപയ്ക്ക് അടിക്കുമ്പോൾ അവർ ഒരു അഴിമതിയും ദൂർത്തുമായിട്ട് പോകുന്ന ഒരു സർക്കാരിന്റെ പ്രതിനിധി എന്ന നിലയിൽ സംസാരിക്കുന്ന താങ്കൾ കുറെ കൂടി സെൻസിബിൾ ആയിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുക പ്ലീസ്. തീർച്ചയായിട്ടും സാധനങ്ങൾക്ക് വില കൂടുന്നത് പെട്രോൾ ഇവിടെ ദൂർത്തും അഴിമതിയാണ് നടക്കുന്നത്, നാട്ടുകാർക്ക് മൊത്തം അറിയാം. കേരളത്തിന്റെ GDP-യുമായിട്ട് കൂടുമ്പോൾ നിങ്ങൾ ഈ പറയുന്ന ദൂരത്തുകളെല്ലാം കൂടെ സഹകരണ ബാങ്ക് കൊള്ള ഇപ്പൊ ഇതാ ഒരു മന്ത്രിക്കെതിരെ പോലും ആക്ഷേപം ഉയർന്നിരിക്കുന്നു. എന്നിട്ടാണ് വലിയ മാന്യന്മാരായിട്ട് മന്ത്രിക്ക് എന്താ അറസ്റ്റ് ചെയ്യാത്ത എന്തൊരു നാണക്കേടാ. അതൊന്ന് ചർച്ച ചെയ്ത എന്തൊരു നാണക്കേടാ. ജയസൂര്യ ഒക്കെ ഇരിപ്പുണ്ടല്ലോ, ഇവര് പറയുന്നത് ഞങ്ങൾ രാജീവിന് നോട്ടീസ് കൊടുക്കുന്നു, AC നോട്ടീസ്, എന്ത് കാര്യത്തിന് നിങ്ങൾ നോട്ടീസ് കൊടുക്കുന്നത്? നിങ്ങൾ ഈ പറയുന്നതല്ല. നിങ്ങൾ എന്താ ഇവരെ ആരെങ്കിലും അറസ്റ്റ് ചെയ്യാത്ത എന്തുകൊണ്ട് പറ്റില്ല? അങ്ങനെ വരട്ടി ഈടിയെ കാണിച്ച് ഞങ്ങളെ ഒന്ന് ഉമ്മാക്കി കാണിക്കേണ്ട. BJP-യുടെ 18 സംസ്ഥാനം കൊണ്ട് ബാക്കി 10 സംസ്ഥാനങ്ങളിലല്ല നിങ്ങൾ ഈടിയെ കാണിച്ച്. നിങ്ങളുടെ ഈ 18 സംസ്ഥാനത്തെ അഴിമതിയൊന്നുമില്ല. ഞാൻ പറയണോ, കോടാനുകോടി രൂപയുടെ അഴിമതി ഈ 18 സംസ്ഥാനങ്ങളിൽ മധ്യപ്രദേശ് ഉൾപ്പെടെ ലോകത്തിലെ ഏറ്റവും വലിയ അഴിമതി. 40,000 സംവിധാനം ഉണ്ടല്ലോ. അയോധ്യ വിധിക്കകത്ത് അദ്വാനിയും ജോഷിയും തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞു. ഏതൊരു ക്രിമിനൽ സംവിധാനം CRPC വക്കീലാണല്ലോ. CRPC പറയുന്നത് കുറ്റക്കാരനാണ്, തെറ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ട് അവർക്കെതിരെ ശിക്ഷയില്ലാതെ അവസാനം ആ 2 ജഡ്ജിമാരും ഗവർണറും അംബാസഡറും ഒക്കെ ആയിട്ട് പോയ ചരിത്രം ഏത് കോടതി നമുക്കറിയാമല്ലോ. കോടതിയിൽ വിശ്വാസമില്ലേ? പല കാര്യങ്ങളും വായിക്കുമല്ലേ?